ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ എക്സാം വരിക ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണ്. മാറ്റിക് ആയിട്ട് നമ്മൾ ഇത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാം പാസ്സാകാനായിട്ട് കഴിയും. ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ കോഴ്സ് നമ്മുടെ എജൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതിന്റെ അഡ്മിഷൻ നടന്നു വരുന്നു, ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നു വരുന്നു. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ അല്ലെ, ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ എക്സാം ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഞാനത് ആക്ച്വലി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലെ. അതായത് ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ എക്സാം വരിക ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണ് കേട്ടോ. എപ്പോഴാണ്? ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണ്. നമുക്കിനി ഏകദേശം ഒരു 3-4 മാസം അല്ലെ, ഒരു 3-4 മാസം ആയിരിക്കും നമുക്ക് ഈ എക്സാമിനായിട്ട് ലഭിക്കുക കേട്ടോ. അപ്പൊ ആക്ച്വലി അതിന്റെ സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ സിലബസ് ആക്ച്വലി നമ്മൾ ബാക്കിയുള്ള എക്സാമിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള സിലബസ് ആണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ പഠിക്കാനില്ല. പ്രത്യേകിച്ച് ടിബിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പിന്നെ ലങ്സിന്റെ അനാട്ടമി ഫിസിയോളജി അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് നമ്മൾ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ എക്സാം വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ സിലബസ് ഒന്ന് നോക്കാം. യെസ്, ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ഹെൽത്ത് സർവീസസിലാണ്. എല്ലാ എക്സാമിനും പറയുന്നത് പോലെ തന്നെ ഇവിടെ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക കേട്ടോ. അതിൽ പാർട്ട് 1, പാർട്ട് 2 പറയുന്നത് നമ്മൾ പക്ക അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ് കേട്ടോ. അതായത് അനാട്ടമി ഓഫ് ഹ്യൂമൻ ലങ്സ് കൂടാതെ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ, അതിനകത്ത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇത് 5 മാർക്ക് വെച്ചിട്ടാണ് പറയുക കേട്ടോ. പിന്നെ വരിക എയർ പൊല്യൂഷൻ, അത് കൂടാതെ തന്നെ റെസ്പിറേറ്ററി ഡിസീസസ്, അതായത് ഒക്കുപേഷണൽ ഡിസീസസ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെ, സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, ബെഗാസോസിസ് എന്നൊക്കെ പറയുന്ന ഒക്കുപേഷണൽ ലങ് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. കൂടാതെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന യൂണിറ്റിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ട്യൂബർകുലോസിസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ. ഇത് കൂടാതെ ഫസ്റ്റ് എയ്ഡ്, അതായത് പ്രത്യേകിച്ച് ഡ്രൗണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് എയ്ഡ് കേട്ടോ, അതിൽ നിന്ന് ഏകദേശം 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. കൂടാതെ ഹിസ്റ്ററി ഓഫ് ടി ബി കൺട്രോൾ പ്രോഗ്രാം കേട്ടോ, ടി ബി കൺട്രോൾ പ്രോഗ്രാമിന്റെ ഹിസ്റ്ററി, അതിനകത്ത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. കൂടാതെ സർവീസ് ഡെലിവറി സെന്റേഴ്സ് ഫോർ ടി ബി കൺട്രോൾ പ്രോഗ്രാം കേട്ടോ, ടി ബി കൺട്രോൾ പ്രോഗ്രാമിന്റെ സർവീസ് ഡെലിവറി സെന്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏകദേശം 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇത് കൂടാതെ വരുന്നത് ഡയഗ്നോസിസ്, അതായത് ടി ബിയുടെ ഡയഗ്നോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഡയഗ്നോസിസ് ഓഫ് ടി ബി, പിന്നെ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി, കൂടാതെ ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടൂൾ ഫോർ ടി ബി ഡയഗ്നോസിസ്, അതായത് ടി ബിയുടെ ഡയഗ്നോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഈ ടി ബിയുടെ ഡയഗ്നോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അത് കൂടാതെ വരിക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി കേട്ടോ, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബിയിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. കൂടാതെ HIV TB കോർഡിനേഷൻ കമ്മിറ്റി, പിന്നെ കോംപ്ലിക്കേഷൻ ഓഫ് ടുബാക്കോ സ്മോക്കിംഗ് ആൻഡ് ടി ബി നോട്ടിഫിക്കേഷൻ കേട്ടോ. ഈ എല്ലാ ടോപ്പിക്സിൽ നിന്നും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് വരിക GK എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എക്സാമിന് കവർ ചെയ്യുന്ന തരത്തിലുള്ള GK അല്ല, TBയുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ടോട്ടൽ നമുക്ക് ഏകദേശം 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ജനറൽ നോളജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാം. അതിൽ ഒന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. അത് കൂടാതെ ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷൻ, പിന്നെ നവകേരള മിഷൻ, പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ്, പിന്നെ ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് കോവിഡ് ആൻഡ് TB, കൂടാതെ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് ഏകദേശം നമുക്ക് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന പോസ്റ്റിന്റെ സിലബസ് കേട്ടോ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന പോസ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏകദേശം ഒരു 4 മാസത്തോളം നമുക്ക് എക്സാമിന് കിട്ടുമായിരിക്കും. സോ ഇപ്പൊ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാം പാസ്സാകാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ കോഴ്സ് നമ്മുടെ എജൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതിന്റെ അഡ്മിഷൻ നടന്നു വരുന്നു, ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നു വരുന്നു. അപ്പോൾ ഇതിന്റെ കോച്ചിങ് എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.